സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാർക്ക് ഇന്ത്യ നൽകുന്ന ഈ ശക്തമായ മുന്നറിയിപ്പ് ലോകം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ത്യ ലോകത്തെ കബളിപ്പിക്കുകയാണോ അതോ പുതിയ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകുകയാണോ? അന്താരാഷ്ട്ര ചർച്ചകളിലെ ആ രഹസ്യങ്ങള് നമുക്കൊന്ന് പുറത്തു കൊണ്ടുവരാം. നമസ്കാരം, ഞാൻ അഭിനവ് ജോസ്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 വെറും ഒരു ടെക് മീറ്റ് അല്ല. അത് സിലിക്കൺ വാലിയുടെ കുത്തക തകർക്കാനുള്ള ഇന്ത്യയുടെ കടുത്ത രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. എന്തുകൊണ്ടാണ് ഈ ഉച്ചകോടി ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഈ ഉച്ചകോടിയെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയും റോയിറ്റേഴ്സും പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇത് വെറും ഒരു സാങ്കേതിക റിപ്പോർട്ടല്ല, മറിച്ച് പതിറ്റാണ്ടുകളായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കൈവശം വെച്ചിരുന്ന ഡിജിറ്റൽ അധികാരത്തിന് ഇന്ത്യ നൽകുന്ന വലിയൊരു പ്രഹരമാണ്. UN-ന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് ഡിജിറ്റൽ സോവർണിറ്റി റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇത്രയും കാലം അമേരിക്കയും യൂറോപ്പും കരുതിയിരുന്നത് AI-യും ഡേറ്റയും അവരുടെ മാത്രം കുത്തകയാണെന്നാണ്. എന്നാൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ലോകത്ത് തന്നെ മാതൃകയാണെന്ന് UN അടിവരയിടുന്നു. വികസ്വര രാജ്യങ്ങളെ ഡിജിറ്റൽ കോളനിവൽക്കരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യയുടെ ഈ മാതൃകയ്ക്ക് കഴിയുമെന്ന് ലോകം ഇന്ന് സമ്മതിക്കുന്നുണ്ട്. AI എന്നത് വെറും സമ്പന്ന രാജ്യങ്ങളുടെ കൈകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല എന്ന് ഇന്ത്യ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. റോയിറ്റേഴ്സ് നൽകുന്ന സൂചനകൾ പ്രകാരം ലോകത്തിലെ ചിപ്പ് ഭീമനായിട്ടുള്ള എൻവിഡിയ ഇന്ത്യയുമായിട്ട് $20 ബില്യൺ വമ്പൻ കരാറുകൾക്കാണ് തയ്യാറെടുക്കുന്നത്. എന്തുകൊണ്ടാണ് സിലിക്കൺ വാലിയിലെ ഈ വമ്പന്മാര് ഇന്ത്യയെ തേടി വരുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ ഇന്ത്യ AI മിഷൻ ആണ്. സ്വന്തമായിട്ട് 38,000-ലധികം GPU സജ്ജമാക്കിയിട്ട് സോവറിൻ AI എന്ന സ്വപ്നത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അതായത് നമ്മുടെ ഡേറ്റ വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഇനി നമുക്ക് വിദേശ സെർവറുകളെയോ അല്ലെങ്കിൽ പാശ്ചാത്യ കമ്പനികളെയോ ആശ്രയിക്കേണ്ടി വരില്ല. പണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ടെക്നോളജി വിൽക്കുമ്പോൾ നമ്മൾ അത് വാങ്ങുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന AI പവർ ഹൗസ് ആയിട്ട് ഭാരതം മാറുന്നത് കണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും ഇന്ന് ഇന്ത്യയെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇത് വെറും ഒരു സാങ്കേതിക മത്സരമല്ല സുഹൃത്തുക്കളെ, മറിച്ച് വരാനിരിക്കുന്ന നൂറ്റാണ്ടിനെ ആര് ഭരിക്കും എന്നതിനെ ചൊല്ലിയുള്ള ഒരു ഡിജിറ്റൽ യുദ്ധം തന്നെയാണ്. ഇന്ന് ലോകത്ത് 3 തരം ഡിജിറ്റൽ മോഡലുകളാണ് നിലവിലുള്ളത്. അവ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഈ കുതിപ്പിന്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് ബോധ്യപ്പെടൂ. ആദ്യത്തേത് അമേരിക്കൻ മോഡലാണ്. സിലിക്കൺ വാലിയുടെ ലാഭ കണ്ണുകളാണ് ഇതിനെ നയിക്കുന്നത്. ഗൂഗിളും മെറ്റയും ആപ്പിളും അടങ്ങുന്ന ഈ വമ്പൻ കമ്പനികൾക്ക് വേണ്ടത് നിങ്ങളുടെ ഡേറ്റ മാത്രമാണ്. നിങ്ങൾ എന്ത് തിരയുന്നു, എവിടെ പോകുന്നു എന്നതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ അവരുടെ സെർവറുകളിൽ എത്തും. അവിടെ നിങ്ങളുടെ സ്വകാര്യതയേക്കാൾ വില അവരുടെ ബിസിനസ്സിനാണ്. ലോകത്തെ മുഴുവൻ തങ്ങളുടെ ആപ്പുകളിലൂടെയും പ്ലാറ്റ്ഫോമുകളിലൂടെയും നിയന്ത്രിക്കാനാണ് ഈ കോർപ്പറേറ്റ് മോഡൽ ശ്രമിക്കുന്നത്. രണ്ടാമത്തേത് യൂറോപ്യൻ മോഡലാണ്. യൂറോപ്പിന് സ്വന്തമായിട്ട് വലിയ ടെക് കമ്പനികൾ ഇല്ലാത്തതുകൊണ്ട് അവർ കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കി ഇതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു. എന്നാൽ ഈ നിയമങ്ങൾ പലപ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പുതിയ ഐഡിയയ്ക്കും 1000 അനുമതികൾ വേണ്ടി വരുമ്പോൾ അവിടെ ഇന്നോവേഷൻസ് മരിക്കുകയാണ് ചെയ്യുന്നത്. നിയമങ്ങൾ പറഞ്ഞ് സമയം കളയുന്നത് കൊണ്ട് ഡിജിറ്റൽ ലോകത്ത് യൂറോപ്പ് ഇന്നും ഒരു മ്യൂസിയം പോലെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിപ്ലവകരമായിട്ടുള്ള മൂന്നാമത്തെ വഴി, അതായത് ഇന്ത്യൻ മോഡൽ വരുന്നത്. നമ്മൾ ലോകത്തോട് പറയുന്നത് AI ഫോർ ഓൾ എന്നാണ്. സാങ്കേതിക വിദ്യ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ രാജ്യത്തിന്റെയോ കുത്തകയാകാൻ ഇന്ത്യ അനുവദിക്കില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ ഡേറ്റ കൊണ്ടുപോയി പ്രോസസ് ചെയ്ത് തിരിച്ച് നമുക്ക് തന്നെ വിൽക്കുന്ന ആ പഴയ രീതി ഇനി നടക്കില്ല. നമ്മുടെ ഡേറ്റ നമ്മുടെ മണ്ണില്. ഇതാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. ഇതിനെയാണ് നമ്മൾ സോവറിൻ AI എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ കമ്പനികൾ ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ അത് സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു. UPI എങ്ങനെയാണോ ബാങ്കിംഗ് രംഗത്തെ മാറ്റിയത്, അതുപോലെ നമ്മുടെ സ്വന്തം സൂപ്പർ കമ്പ്യൂട്ടറുകളും ചിപ്പുകളും ഉപയോഗിച്ച് സാധാരണക്കാരന്റെ കൃഷിയിലും വിദ്യാഭ്യാസത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ ഭാരതം ഒരുങ്ങിക്കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ നിയമങ്ങൾ എഴുതി ചർച്ചകൾ നടത്തി സമയം കളയുമ്പോൾ ഇന്ത്യ പുതിയ ചരിത്രം എഴുതുകയാണ്. സിലിക്കൺ വാലിയിലെ കോർപ്പറേറ്റുകൾക്ക് മുകളിൽ സാധാരണക്കാരന്റെ അധികാരം ഉറപ്പിക്കുന്ന ഈ ഇന്ത്യൻ മോഡലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം.
നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ ഡിജിറ്റൽ കുതിപ്പിന്റെ ആവേശത്തിനിടയിൽ വളരെ ഗൗരവകരമായിട്ടുള്ള മറ്റൊരു വശം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ മറവില് നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ ബലികഴിക്കപ്പെടുന്നുണ്ടോ? പ്രധാനമായിട്ടും 4 മേഖലകളിലാണ് ഇന്ത്യ ഇന്ന് കടുത്ത നിയമ പ്രശ്നങ്ങൾ നേരിടുന്നത്. ആദ്യത്തേത് പകർപ്പവകാശം അഥവാ കോപ്പിറൈറ്റ് ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു ചിത്രമോ നിങ്ങൾ എഴുതിയ ഒരു ലേഖനമോ നിങ്ങളുടെ അനുവാദമില്ലാതെ AI മോഡലുകൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. നിങ്ങളുടെ സർഗാത്മകത ഉപയോഗിച്ചിട്ട് വിദേശ കമ്പനികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ഉടമയായ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ഈ ഡാറ്റ മോഷണത്തിന് തടയിടാൻ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് ഇന്ന് അനിവാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഓരോ പൗരനും ലഭിക്കേണ്ട സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ AI അൽഗോരിതങ്ങൾ ഓരോ നിമിഷവും ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഓരോ ഡിജിറ്റൽ കാൽപ്പാടുകളും സ്വകാര്യ സന്ദേശങ്ങളും AI പിന്തുടരുന്നത് ഭരണഘടനാ വിരുദ്ധമാക്കാം. നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ഡിജിറ്റൽ വ്യക്തിത്വം അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡന്റിറ്റി വിശകലനം ചെയ്യപ്പെടുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. മൂന്നാമത്തെ പ്രശ്നം വിവേചനം അഥവാ ബയാസ് ആണ്. AI എന്നാൽ വെറും ഒരു നിഷ്പക്ഷമായിട്ടുള്ള യന്ത്രമല്ല. അത് പഠിച്ചെടുക്കുന്ന ഡേറ്റയിൽ പണ്ട് നിലനിന്നിരുന്ന ജാതീയമോ അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ AI എടുക്കുന്ന തീരുമാനങ്ങളും ആ വിവേചനം തുടരും. ഉദാഹരണത്തിന് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ ബാങ്ക് ലോണിന് ശ്രമിക്കുമ്പോഴോ AI അൽഗോരിതം ഒരു പ്രത്യേക വിഭാഗത്തോടോ അല്ലെങ്കിൽ ലിംഗത്തോടോ വിവേചനം കാണിച്ചാൽ അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ്. യന്ത്രങ്ങൾ മനുഷ്യരെ തരംതിരിക്കുന്ന ഒരു കാലം ഭയപ്പെടേണ്ടത് തന്നെയാണ്. നാലാമത്തേതും ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയമാണ് അക്കൗണ്ടബിലിറ്റി അഥവാ ഉത്തരവാദിത്വം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ നമുക്ക് കോടതിയിൽ നേരിടാം. എന്നാൽ AI വരുത്തുന്ന ഒരു ഗുരുതരമായ തെറ്റിന് ആര് മറുപടി പറയും? ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ച കമ്പനിയോ അതോ അത് വിപണിയിൽ എത്തിച്ച സർക്കാരോ? നിലവില് ഇന്ത്യൻ നിയമങ്ങളിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയില്ല. തെറ്റ് സംഭവിക്കുമ്പോൾ പഴിചേരാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഗുണകരം അല്ല. ഈ നിയമപരമായിട്ടുള്ള നൂലാമാലകൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പിടുക്കുന്ന ഈ മഹാവിപ്ലവം സാധാരണക്കാരന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയോടൊപ്പം നമ്മുടെ നിയമവ്യവസ്ഥയും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്രയധികം നിയമപ്രശ്നങ്ങളും സാങ്കേതിക വെല്ലുവിളികളും നിലനിൽക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നത്? വെല്ലുവിളികൾ ഉണ്ടെന്നത് സത്യമാണ്. പക്ഷെ വെറും ഒരു ടെക്നോളജി വിപ്ലവത്തിനപ്പുറം അതിനെ അതിജീവിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് കൂടി നമ്മുടെ മുന്നിലുണ്ട്. പ്രധാനമായിട്ടും 3 പ്രതിസന്ധികളാണ് നമ്മൾ ഇന്ന് അതിജീവിക്കേണ്ടത്. ആദ്യത്തെ വലിയ വെല്ലുവിളി സൈബർ ആക്രമണങ്ങളെയാണ്. കോടിക്കണക്കിന് ആളുകളുടെ ഡേറ്റ ഒരിടത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അത് ഹാക്കർമാരുടെ പ്രധാന ലക്ഷ്യമായി മാറുന്നു. ഇതിനുള്ള പരിഹാരമായിട്ട് ഇന്ത്യ ഇന്ന് മുന്നോട്ട് വെക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഡിജിറ്റൽ നിയമങ്ങളിൽ ഒന്നായ DPDP അഥവാ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. നിങ്ങളുടെ ഡേറ്റ ദുരുപയോഗം ചെയ്യുന്ന കമ്പനികൾക്ക് 250 കോടി രൂപ വരെ പിഴ ചുമത്താനും ഓരോ പൗരനും തന്റെ ഡേറ്റ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം നൽകാനും ഈ നിയമത്തിലൂടെ സാധിക്കും. ഡേറ്റ സുരക്ഷയിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണിത്. രണ്ടാമത്തേത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന തൊഴിൽ നഷ്ടമാണ്. AI വന്നാൽ സാധാരണക്കാരന്റെ പണി പോകുമോ എന്ന പേടി പലർക്കുമുണ്ട്. എന്നാൽ ഇവിടെയാണ് ഇന്ത്യ AI ഫ്യൂച്ചർ സ്കിൽസ് എന്ന പദ്ധതിയുടെ പ്രസക്തി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവമുണ്ട്. AI ഒരിക്കലും മനുഷ്യനെ പൂർണ്ണമായിട്ട് മാറ്റി സ്ഥാപിക്കില്ല. പക്ഷെ AI ഉപയോഗിക്കാൻ അറിയാത്ത ഒരു മനുഷ്യനെ AI ഉപയോഗിക്കാൻ അറിയാവുന്ന മറ്റൊരു മനുഷ്യൻ തീർച്ചയായിട്ടും മാറ്റി സ്ഥാപിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവതലമുറയെയും പ്രൊഫഷണലുകളെയും പുതിയ കാലത്തിനനുസരിച്ച് പുനർപരിശീലിപ്പിക്കുക അഥവാ റീസ്കില്ലിംഗ് എന്ന ദൗത്യമാണ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ഭയം മാറ്റിവെച്ച് സാങ്കേതിക വിദ്യയെ ഒരു ആയുധമാക്കാൻ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെയും ഏറ്റവും ഗൗരവമേറിയമായിട്ടുള്ള ഒരു പ്രശ്നം എനർജി അഥവാ ഊർജ്ജമാണ്. ഭീമമായ അളവിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ AI പ്രവർത്തിക്കുന്ന വലിയ ഡേറ്റാ സെന്ററുകൾ നിലനിർത്താൻ കഴിയും. ഒരു എനർജി അഡ്വൈസർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇന്ത്യയുടെ ഈ കുതിപ്പ് വെറുതെയല്ല. നമ്മൾ ഇന്ന് ലക്ഷ്യമിടുന്നത് ഗ്രീൻ ഡേറ്റാ സെന്റേഴ്സ് ആണ്. അതായത് സൗരോർജവും അതുപോലെ തന്നെ വിൻഡ്മിൽസും പോലുള്ള പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡേറ്റാ സെന്ററുകൾ. വെറും ഒരു ടെക് വിപ്ലവത്തിനപ്പുറം പരിസ്ഥിതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ജസ്റ്റ് ട്രാൻസിഷൻ ആണ് ഇന്ത്യ ഇവിടെ ലക്ഷ്യമിടുന്നത്. സാങ്കേതിക വളർച്ച പരിസ്ഥിതിയുടെ നാശത്തിലേക്ക് ആകരുത് എന്ന ഇന്ത്യയുടെ
ഈ ആഗോള നിലപാട് പാശ്ചാത്യ രാജ്യങ്ങളെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഉച്ചകോടികളെ കുറിച്ചും കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളെ കുറിച്ചും പറയുമ്പോൾ നമുക്കിടയിലൂടെ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്: എന്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഈ AI മുന്നേറ്റം വമ്പൻ നഗരങ്ങളിലെ എയർ കണ്ടീഷൻസ് മുറികളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് സാധാരണക്കാരിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തണമെങ്കിൽ 4 കാര്യങ്ങൾ അനിവാര്യമാണ്. ആദ്യത്തേത് ഭാഷയാണ്. സാങ്കേതിക വിദ്യ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമുള്ള ഒന്നാകരുത്. അവിടെയാണ് ഭാരത സർക്കാരിന്റെ ഭാഷിണി AI എന്ന വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയുടെ പ്രസക്തി. സർക്കാർ സേവനങ്ങളും ലോകത്തെ അറിവുകളും മലയാളം ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ, അതും ശബ്ദത്തിലൂടെ തന്നെ സാധാരണക്കാരന് ലഭ്യമാക്കണം. അക്ഷരമറിയാത്ത ഒരാൾക്ക് പോലും സ്വന്തം ഭാഷയിൽ AIയോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലമാണ് നമ്മളെ ലക്ഷ്യമിടുന്നത്. ഇത് കേവലം വിവർത്തനമല്ല, മറിച്ച് ഡിജിറ്റൽ ലോകത്തെ ജനാധിപത്യവൽക്കരണം തന്നെയാണ്. രണ്ടാമതായിട്ട് ആരോഗ്യരംഗം. ഇന്ത്യയിലെ ഓരോ ഉൾനാടൻ ഗ്രാമത്തിലും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഡേറ്റ വിശകലനം നടത്തുന്ന AI ടൂളുകൾക്ക് പ്രാഥമിക രോഗനിർണയത്തിലും ചികിത്സാ നിർദ്ദേശങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഏറ്റവും വിദൂരമായിട്ടുള്ള ഗ്രാമത്തിലിരുന്നും ഒരു സാധാരണക്കാരന് ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ ഉപദേശങ്ങൾ നൽകണം. എക്സ്റേകളും സ്കാനുകളും വിശകലനം ചെയ്യാൻ AI സഹായിക്കുന്നതിലൂടെ ഡോക്ടർമാരുടെ ജോലിഭാരം കുറയ്ക്കാനും ചികിത്സാ പിഴവുകൾ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. മൂന്നാമത്തേത് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടാണ്. മാറുന്ന കാലാവസ്ഥയും അതുപോലെ തന്നെ കൃഷിയിലെ വെല്ലുവിളികളും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യമായിട്ടുള്ള കൃഷി രീതികൾ ഇനി AI വഴി സാധ്യമാകും. എപ്പോൾ കൃഷി ഇറക്കണം, ഏത് വളം ഉപയോഗിക്കണം, വിളവെടുപ്പ് എപ്പോഴായിരിക്കണം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ സാറ്റലൈറ്റ് ഡേറ്റയും അതുപോലെ കാലാവസ്ഥാ റിപ്പോർട്ടുകളും വിശകലനം ചെയ്തിട്ട് ഓരോ കർഷകന്റെയും ഫോണിലേക്ക് എത്തിക്കാൻ AIക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ പുതിയൊരു ഡിജിറ്റൽ ഹരിത വിപ്ലവമായിരിക്കും. നാലാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അറിവ് അഥവാ ഡിജിറ്റൽ ലിറ്ററസി. സാങ്കേതിക വിദ്യ വളരുമ്പോൾ അതോടൊപ്പം വ്യാജ വാർത്തകളും പുതിയ തരം തട്ടിപ്പുകളും ഭീഷണിയാകുന്നുണ്ട്. ഡീപ് ഫേക്കുകളും അതുപോലെ വ്യാജ വിവരങ്ങളെയും തിരിച്ചറിയാൻ നമ്മുടെ ജനങ്ങളെ പ്രാപ്തരാക്കണം. സാങ്കേതിക വിദ്യ ഒരു ആയുധമാകുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള വിവേകം കൂടി നമ്മുടെ സാധാരണക്കാർക്ക് പകർന്നു നൽകണം. എങ്കിൽ മാത്രമേ ഈ ഡിജിറ്റൽ കുതിപ്പ് അർത്ഥവത്താവുകയുള്ളൂ. ചുരുക്കത്തില് ഇന്ത്യയുടെ ഈ കുതിപ്പ് വെറും ഒരു സാമ്പത്തിക കണക്കെടുപ്പ് അല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു മഹത്തായ യാത്രയാണ്. ഈ യാത്രയിൽ സിലിക്കൺ വാലിയിലെ കോർപ്പറേറ്റുകളല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനാണ് യഥാർത്ഥ നായകൻ. ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമല്ല സുഹൃത്തുക്കളെ, മറിച്ച് പല ആഗോള പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമായിട്ട് മാറുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി സ്വന്തം മണ്ണില് സ്വന്തം ജനങ്ങൾക്കായിട്ട് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ഭാരതം ഇന്ന് ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. ഡിജിറ്റൽ വിപ്ലവം എന്നത് ഇനി വെറും വാക്കുകളല്ല, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജോലിയെയും അല്ലെങ്കിൽ ജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒന്ന് താഴെ കമന്റ് ചെയ്യാമോ? അന്താരാഷ്ട്ര വാർത്തകളുടെയും രാഷ്ട്രീയത്തിന്റെയും ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങളൊക്കെ ആയിട്ട് ഗ്ലോബൽ ടോക്സ് വിത്ത് അബി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇത്തരം വലിയ വിഷയങ്ങൾ ലളിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കരുത്ത് നൽകുന്നു. ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വായിക്കാനും എന്റെ മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും താഴെ കാണുന്ന എന്റെ വെബ്സൈറ്റ് www.abhinavjose.com സന്ദർശിക്കുക. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ, അഭിനവ് ജോസ്, സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.